സിംഹത്തെ എന്തുകൊണ്ട് സ്ട്രെങ്ത്തിന്റെ പര്യായമായി നമ്മൾ കണക്കാക്കുന്നു? ദേ ഹാവ് ബീൻ ദ സിമ്പിൾ ഓഫ് ബ്രേവറി ആൻഡ് സ്ട്രെങ്ത് ആൻഡ് റോയലിറ്റി എന്ന വാചകം നമുക്ക് എവിടെയും കാണാം. ഒന്നാമത്തെ കാരണം, ലയൺ ഹാസ് ദ ഫിസിക്കൽ സ്ട്രെങ്ത് ലൈക്ക് നോ അതർ ആനിമൽ. ഇതൊരു അതിശയോക്തിയായി നമുക്ക് തോന്നാം. കാരണം ആനകൾ സിംഹത്തെക്കാൾ ശക്തിയുള്ളവരാണ്. മാംസബുക്കിൽ കടുവ സിംഹത്തെക്കാൾ ശക്തിയുള്ളതാണ്. ജിറാഫും ഒരുപക്ഷെ കണ്ടാമൃഗവുമൊക്കെ സിംഹത്തെക്കാൾ ശക്തി പ്രകടിപ്പിച്ചേക്കാം. പക്ഷേ തന്റെ ശക്തി മുഴുവനായും പുറത്തെടുക്കുന്നതിൽ നമ്പർ 1 ആണ് സിംഹം. ശക്തി ഉള്ളിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല, ഔട്ട്പുട്ട് തരിക എന്നതാണല്ലോ. കടുവ പലപ്പോഴും തന്റെ പരിക്കുകളെക്കുറിച്ച് വലിയ ബോധവാനാണ്. അതുകൊണ്ട് തന്നെ പല ഫൈറ്റുകളിൽ നിന്നും പിൻവലിയുക കടുവയുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ സിംഹം നെവർ ബാക്സ് ഡൗൺ ഫ്രം എ ഫൈറ്റ്. തുടങ്ങാനേ സ്വിച്ചുള്ളൂ, അവസാനിപ്പിക്കാൻ സ്വിച്ചില്ല. ജയിച്ചു തന്നെ കയറണം. കടുവയ്ക്ക് ഇക്കാര്യത്തിൽ വിവേകപൂർണമായ ഒരു ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ ഒരു ജീവി എന്നാണ് ജിം കോർബറ്റ് കടുവയെ വിശേഷിപ്പിക്കുന്നത്. ലയൺ ക്യാൻ ഡിഫീറ്റ് ഓൾ ആനിമൽസ് ഡ്രോയിങ് ഓൺ ഇറ്റ്സ് സോൾ സ്ട്രെങ്ത്. മാനസികമായ സ്ട്രെങ്ത് കൊണ്ട് എല്ലാ മൃഗങ്ങളെയും സിംഹം കീഴ്പ്പെടുത്തും. കടുവ ഒരു കാട്ടുപോത്തിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ പല തവണ നോക്കിയൊരു ഭാഗ്യ നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സിംഹം അങ്ങനെയല്ല. നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ ഫൈറ്റിംഗ് തുടങ്ങിയിരിക്കും. വിവേകമില്ലാത്ത സിംഹത്തിന്റെ സ്ട്രെങ്ത് തന്നെയാണ്, നമ്പർ 1 പക്ഷേ പലപ്പോഴും അപകടങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും ഈ ലയൺ ആറ്റിറ്റ്യൂഡ്. പക്ഷേ നിർണായക സന്ദർഭങ്ങളിൽ ലയൺ ആറ്റിറ്റ്യൂഡ് ഗുണപരമായി പ്രവർത്തിക്കുകയും ചെയ്യും.